ഇപ്പം എന്ന് വെച്ചെങ്കിൽ കോയത്തിൽ നല്ല ഈത്തപ്പഴത്തിൻ്റെ സീസണാണ്. അപ്പോൾ നമ്മളെ ഗാർഡനിലും പിടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ഈത്തപ്പഴം. അങ്ങനെ ഗാർഡൻ വൃത്തിയാക്കുന്ന ബംഗാളി എന്നിട്ട് പറഞ്ഞാൽ ഞാൻ ഇറക്കി തരാറുണ്ട്. നല്ല വൃത്തിയിൽ അതിൻ്റെ ഇതെല്ലാം ചെട്ടി നല്ല വൃത്തി ബൽദി കീസെല്ലാം എടുത്തിട്ട് കെട്ടി വെച്ച് നല്ല ഒന്നും തട്ടിമുട്ടാതെ താഴെ ഇറക്കി 10-30 കിലോനുണ്ട് ഒരു കൊല തന്നെ. അങ്ങനെ അതെല്ലാം എടുത്തിട്ട് അവിടെ വെച്ച് പിന്നെ നമുക്കുണ്ടായ നല്ലൊരു ഫുട്ബോൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം 2-3 തട്ടും തട്ടിട്ട് നേരെ പെട്ടിയിലും കൊണ്ടുവച്ച്. പിന്നെ റൂമത്തെ ചങ്ങായി നാട്ടിൽ പോകുന്നതുകൊണ്ട് മുന്നേ കുറേ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം പേക്ക് ചെയ്യാനുള്ള പരിപാടികളാണ്. കാരണം കുറേ പേക്ക് ചെയ്തിട്ട് കുറച്ച് ഞാൻ ഹെൽപ്പാക്കി, ബാക്കി ഓനെ പേക്ക് ചെയ്ത് അങ്ങനെ നേരെ കാർഗോക്കാരെ വിളിച്ച് ഓറ് വന്നിട്ട് പിന്നെ 3 പെട്ടി ഉണ്ടായിന്. അങ്ങനെ എല്ലാം ഓരോ പെട്ടി എടുത്ത് തൂക്കാൻ തുടങ്ങി. അങ്ങനെ ഓരോ പെട്ടീൻ്റെ തൂക്കലും കണക്കെല്ലാം അവർ എഴുതുന്നുണ്ടായിന്. അങ്ങനെ സംഭവം വെച്ചെങ്കിൽ ഈ എയർ കാർഗോ അയക്കുന്നതുകൊണ്ട് പൈസ അധികമാണ്. അപ്പോൾ അങ്ങനെ എല്ലാം തൂക്കി നോക്കിയിട്ട് 107 കിലോനുണ്ട്. അങ്ങനെ എല്ലാം എത്തിയിട്ട് വന്നതെന്ന് വെച്ചെങ്കിൽ ഒരു 27,000-26,000 റുപ്യൻ്റെ അടുത്ത് വന്ന്. അങ്ങനെ അതെല്ലാം പാക്ക് ചെയ്തിട്ട് എനിക്ക് പൈസയും കൊടുത്തിട്ട് പോയി. പിന്നെ ഉച്ചക്കത്തെ ഫുഡ് അടിക്കാൻ പോകണമല്ലോ. അപ്പോൾ കുറേ നാളെ കേൾക്കുന്നത് സാബിക്ക നേരെ ഫർവാനി പോയി. അവിടെ പോയിട്ട് വന്ന് കാണുന്ന ഉപ്പിലിട്ട നെല്ലിക്ക മാങ്ങലുണ്ട്. പിന്നെ ഒന്നും നോക്കിയിട്ട് 5-6 മാങ്ങ തട്ടി. അവിടെ ആകുമ്പോൾ കുറേ എഴുത്തും കാര്യങ്ങളുണ്ട് ഉപ്പാനെ കുറിച്ചിട്ടെല്ലാം. അങ്ങനെ അതെല്ലാം നോക്കിയിട്ട് പിന്നെയും മാങ്ങ പറയുന്നു 5-6 മാങ്ങ വന്നിട്ട് വയറ് പറഞ്ഞു. പിന്നെ ബിരിയാണി പാർസൽ മേടിച്ചിട്ട് വന്ന് പോയിട്ട് മേടിച്ചത് ബീഫ് ബിരിയാണി. അങ്ങനെ 1.25 മുതലുണ്ടോ നോക്കണം. അങ്ങനെ തുറന്ന് നോക്കുമ്പോൾ ഞാൻ പ്രതീക്ഷിച്ച പോലെ മല്ലിച്ചപ്പും പൊരിച്ചുള്ളിയൊന്നും ഇല്ലെങ്കിലും ബിരിയാണിയെല്ലാം അടിപൊളി ടേസ്റ്റ്, നല്ല മസാലയും കറിയില്ല. പിന്നെ എടുത്ത് പറയേണ്ട അച്ചാറാണ്. അങ്ങനെ അതെല്ലാം കൂട്ടിയിട്ട് പിടിച്ച് നല്ല ഫുഡും കഴിച്ച് നല്ല കിടന്നു തുടങ്ങി. അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ നമുക്ക് നല്ലൊരു ഫ്ലാസ്ക് കിട്ടിയിട്ടുണ്ടായി. ഫ്ലാസ്ക് നേരെ പെട്ടിയിൽ കൊണ്ടുവച്ച്. പിന്നെ നമ്മളൊരു കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ട് ഈ ഒരു സാധനം ഒരാൾക്ക് വേണമെന്നുണ്ട്. അങ്ങനെ അതും കൊണ്ടുകൊടുത്ത് നേരെ വന്ന് കിടന്നു ഉറങ്ങി.